സ്റ്റുഡൻസ്, നമുക്കിനി നമ്മുടെ ചട്ടമ്പി സ്വാമികൾ അടുത്ത ഒരു ഭാഗത്തിലേക്ക് കിടക്കാം. നോക്കിയേ, സന്യാസത്തിൻ്റെ തുടക്കം. എന്താണ്? അജ്ഞാനത്തേക്കാൾ ആപത്താണ് അല്പജ്ഞാനം. നമ്മൾക്ക് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? നമ്മൾക്ക് എന്താണ് ഒന്നും അറിഞ്ഞുകൂടാ, നമുക്ക് അജ്ഞാനമാണ്, നമുക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി ഒരു കാര്യങ്ങളും അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവത്തില്ല, നമുക്കറിയത്തില്ലല്ലോ അല്ലേ? പക്ഷെ നമുക്ക് എന്തിനെങ്കിലും പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്താണ്, അതൊരു വലിയ ആപത്തായിട്ട് മാറും. എന്താണ്? അജ്ഞാനത്തേക്കാൾ ആപത്താണ് അല്പജ്ഞാനം. നമുക്കങ്ങനെ ആയിത്തീരും. അപ്പോഴെന്താണ്? നമ്മളുടെ സന്യാസത്തിൻ്റെ തുടക്കമാണ്. നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ഒരു സന്യാസിയാകാൻ പോകുന്നതിൻ്റെ തുടക്കമായിട്ടുള്ള ഭാഗമാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്. വൻതോതിലുള്ള ഒരു പരിണാമം സംഭവിച്ച ഒരു മനീഷിയെയാണ് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ കുഞ്ഞൻ പിള്ള ചട്ടമ്പി അന്ന് നാട്ടുകാർക്ക് കാണുവാൻ കഴിഞ്ഞത്. എന്താണ്? നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയാണ് നമുക്ക് ആ തിരുവനന്തപുരത്തുകാർക്ക് മടങ്ങിയെത്തിയ ചട്ടമ്പി കാണുവാൻ സാധിച്ചത്. ലൗകികമായ ആസക്തികളൊന്നും തന്നെ ആ യുവാവിൻ്റെ മനസ്സിനെ സ്പർശിച്ചതേയില്ല. ആ ലൗകികമായിട്ടുള്ള ആസക്തി, അതായത് എന്താണ്, എൻ്റെ കുടുംബം, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മ, അങ്ങനെയുള്ള അതുണ്ടല്ലോ നമ്മളുടെ ലൗകിക ജീവിതം എന്ന് പറയുന്നത്, നമ്മളുടെ ആ ഒരു കുടുംബ ജീവിതമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലൗകിക ജീവിതം എന്താണ്, ആ ഒരു ആസക്തികളൊന്നും ആ യുവാവിൻ്റെ മനസ്സിൽ സ്പർശിച്ചതേയില്ല. ആ യുവാവിൻ്റെ മനസ്സിൽ അതൊന്നും ഒരിക്കലും സ്പർശിച്ചതേയില്ല. ബാക്കി നോക്കിക്കേ, താരുണ്യത്തെ മതിപ്പിക്കുന്ന വികാരങ്ങൾക്ക് ആ യുവാവിൻ്റെ മനസ്സിൽ പ്രവേശിക്കുവാൻ സാധിച്ചില്ല. എന്താണ് താരുണ്യത്തെ മതിപ്പിക്കുന്ന വികാരങ്ങൾക്ക്? എന്താണ്, ഒരു അലിവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ കുടുംബം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് ആ താരുണ്യത്തെ മതിപ്പിക്കുന്ന വികാരങ്ങൾക്ക് ആ യുവാവിൻ്റെ മനസ്സിൽ പ്രവേശിക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന് നോക്കുകയും, വൻതോതിലുള്ള പരിണാമം സംഭവിച്ച ഒരു മനീഷിയെയാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ കുഞ്ഞൻപിള്ള ചട്ടമ്പിയിൽ അന്ന് നാട്ടുകാർക്ക് കാണുവാൻ സാധിച്ചത്. ലൗകികമായ ആസക്തികളൊന്നും തന്നെ ആ യുവാവിൻ്റെ മനസ്സിനെ സ്പർശിച്ചതേയില്ല. താരുണ്യത്തെ മതിപ്പിക്കുന്ന വികാരങ്ങൾക്ക് ആ യുവാവിൻ്റെ മനസ്സിൽ പ്രവേശിക്കുവാൻ സാധിച്ചില്ല. ബ്രഹ്മചര്യത്തിൻ്റെ കർശനമായ നിഷ്ഠകളിൽ നിന്നും ലഭിക്കുന്ന അമാനുഷമായ സിദ്ധികൾ അയാളിൽ അഭൗമമായ തേജസ്സും വീര്യവും ജ്വലിപ്പിച്ചു. എന്തൊക്കെ ചെയ്തു? ആ ബ്രഹ്മചര്യത്തിൻ്റെ കർശനമായ നിഷ്ഠകളിൽ നിന്നും, ആ ബ്രഹ്മചര്യത്തിൻ്റെ കർശനമായിട്ടുള്ള ആ ഒരു നിഷ്ഠകളുണ്ടല്ലോ, ആ നിഷ്ഠകളിൽ നിന്ന് ലഭിച്ച അമാനുഷമായ സിദ്ധികൾ അയാളിൽ അഭൗമമായ തേജസ്സും വീര്യവും ജ്വലിപ്പിച്ചു. സമ്പത്താർജിക്കുന്നതിനുള്ള യാതൊരു താല്പര്യവും അയാൾക്കില്ലാതായി. സാമ്പത്തികം നമ്മൾ നേടിയെടുക്കുക, അതാണ് സമ്പത്താർജിക്കുക, ജോലി ചെയ്ത് പണം നേടിയെടുക്കുക ഉണ്ടല്ലോ, ആ സമ്പത്താർജിക്കുന്നതിനുള്ള യാതൊരു താല്പര്യവും അയാൾക്ക് ഇല്ലാതായി. സുഖഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലങ്ങളാണെന്ന് ഗ്രഹിച്ച കുഞ്ഞൻപിള്ള അതിൻ്റെ വിശുദ്ധ ദിശയിലുള്ള അനശ്വരമായ പാതയിലൂടെയാണ് സഞ്ചരിച്ചത്. എന്താണ് അതിൻ്റെ സുഖഭോഗങ്ങൾ? നമ്മൾക്കിപ്പോൾ ഈ കാണുന്ന ഒരു സുഖഭോഗങ്ങളുണ്ടല്ലോ, ഇപ്പം തന്നെ നിങ്ങളെ സംബന്ധിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു മൊബൈൽ ഫോണ്, TV, പിന്നെ നല്ല ആഡംബരമായിട്ടുള്ള വസ്ത്രങ്ങൾ, അതെല്ലാം സുഖഭോഗങ്ങളിൽ വരുന്ന കാര്യമാണ്. അപ്പോഴെന്താണ് ആ സുഖഭോഗങ്ങളിൽ എന്താണ്? അതെല്ലാം വെറും ക്ഷണപ്രഭാചഞ്ചലം. നമ്മൾ പഠിച്ചതാണ് ക്ഷണപ്രഭാചഞ്ചലം. ആ ഒരു ജ്വലിച്ച് നിൽക്കുന്ന തീയിൽ, ഇരുമ്പുകട്ടയിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലെയാണ്. ആ ക്ഷണപ്രഭാചഞ്ചലങ്ങളാണെന്ന് ഗ്രഹിച്ച കുഞ്ഞൻപിള്ള അതിൻ്റെ വിരുദ്ധ ദിശയിലുള്ള അനശ്വരമായ പാതയിലൂടെയാണ് സഞ്ചരിച്ചത്. അതെന്താണ്? അതിലേക്ക്, ആ ഒരു ക്ഷണപ്രഭയിലേക്ക് ആകർഷ്ടനാകാതെ അതിൽ നിന്നും വിരുദ്ധ ദിശയിലേക്ക്, ആ ഒരു കാര്യത്തിൽ ആകർഷ്ടനാകാതെ അതിൻ്റെ മറ്റൊരു ദിശയിലേക്കാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അപ്പോഴെന്താണ്, അദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു കുടുംബ ജീവിതത്തിലൊന്നും, ലൗകികമായിട്ടുള്ള ജീവിതത്തിലെ കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, പിന്നെന്താണ്, ആ ബ്രഹ്മചര്യമാകണമെന്ന്, ബ്രഹ്മചാരിത്യം അദ്ദേഹത്തിന് അതിൻ്റെ കർശനമായിട്ടുള്ള നിഷ്ഠകളിൽ ഒതുങ്ങി അദ്ദേഹം ജീവിച്ചു. അത് മാത്രമല്ല, സുഖഭോഗങ്ങളെല്ലാം എന്താണെന്ന് വെറും ഒരു ക്ഷണപ്രഭാചഞ്ചലമാണെന്നുള്ള കാര്യം അദ്ദേഹം ഗ്രഹിച്ചു, അദ്ദേഹം മനസ്സിലാക്കി. അതിനെന്താണ്, അതിൻ്റെ വിരുദ്ധ ദിശയിലുള്ള ആ ഒരു അനശ്വര പാതയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പാതയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. മാനവ സംസ്കൃതിയുടെ ആത്മസത്ത നിലകൊള്ളുന്ന പ്രകാശഗോളത്തിന് നേർക്ക് ചട്ടമ്പി സ്വാമിയുടെ മനസ്സ് ചിറകടിച്ചുയർന്നു. എവിടേക്കാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിറകടിച്ചുയർന്നത്? ആ ഒരു മാനവ സംസ്കൃതിയുടെ
ആത്മസത്ത നിലകൊള്ളുന്ന പ്രകാശഗോളത്തിന് നേർക്ക്, മാനവ സംസ്കൃതിയുടെ ആത്മസത്ത നിലകൊള്ളുന്ന ആ ഒരു പ്രകാശഗോളത്തിന് നേരെ ചട്ടമ്പിയുടെ മനസ്സ് ചിറകടിച്ചുയർന്നു. ഒരു സാധാരണ പുരുഷനിൽ നിന്നും ആധ്യാത്മിക പുരുഷനിലേക്കുള്ള യാത്ര ചട്ടമ്പി സ്വാമികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എന്താണ് ഒരു മാനവ സംസ്കൃതിയുടെ ആത്മസത്ത നിലകൊള്ളുന്ന പ്രകാശഗോളത്തിന് നേരെയാണ് എന്താണ് ആ ചട്ടമ്പി സ്വാമികളുടെ മനസ്സ് ചിറകടിച്ചുയർന്നത്. ഒരു സാധാരണ പുരുഷനിൽ നിന്നും ആധ്യാത്മിക പുരുഷനിലേക്കുള്ള യാത്ര, ആ ഒരു സാധാരണ പുരുഷനിൽ നിന്നും ആധ്യാത്മിക പുരുഷനിലേക്കുള്ള യാത്ര ചട്ടമ്പി സ്വാമികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഒരു സാധാരണ വ്യക്തിയല്ലായിരുന്നു അദ്ദേഹം. ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് എന്താണ് അദ്ദേഹം ഇവിടെ ആധ്യാത്മിക പുരുഷനിലേക്കുള്ള യാത്ര ചട്ടമ്പി സ്വാമി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ നോക്കിക്കേ, ബാക്കി നോക്കിക്കേ. കിട്ടുന്നത് കഴിക്കുക, ഇടം കിട്ടിയിടത്ത് കഴിയുക, സൗകര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ജീവിക്കുക, ഇതായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ജീവിതചര്യ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ? നോക്കിയേ, കിട്ടുന്നത് കഴിക്കുക, എന്തെങ്കിലും കിട്ടുന്ന ആഹാരം എന്താണെന്ന് വെച്ചാൽ കഴിക്കുക. പിന്നെന്താണ്? ഇടം കിട്ടുന്നിടത്ത് കഴിയുക, എവിടെയെങ്കിലും ഇടം കിട്ടിയാൽ അവിടെ എവിടാന്നേലും അവിടെ കഴിയുക. പിന്നെന്താണ്? സൗകര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ജീവിക്കുക, ഇതായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ജീവിതചര്യ. പിന്നെന്താണ്? സൗകര്യങ്ങളെ കുറിച്ചൊന്നും കൂടുതലൊന്നും ആലോചിക്കാതെ അങ്ങ് ജീവിക്കുക, ഇതായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ജീവിതചര്യ. എല്ലാ അർത്ഥത്തിലും സന്യാസ ജീവിതം തന്നെയായിരുന്നു അത്. എല്ലാ രീതിയിൽ നോക്കുമ്പോഴും എന്താണ് ശരിക്കും ഒരു സന്യാസ ജീവിതം തന്നെയായിരുന്നു അത്. സാമൂഹിക ജീവിതത്തിൽ നിഷ്കർഷിതമായ ചിട്ടവട്ടങ്ങളിലൊന്നും അദ്ദേഹം ഒതുങ്ങി നിന്നില്ല. എന്താണ്? സാമൂഹിക ജീവിതത്തിൽ നിഷ്കർഷമായ ചിട്ടവട്ടങ്ങളിലൊന്നും അദ്ദേഹം ഒതുങ്ങി നിന്നില്ല. ആ നിഷ്കർഷകൾ അർത്ഥശൂന്യങ്ങളാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ആ ഒരു നിഷ്കർഷകളെല്ലാം എന്താണ്? വെറും അർത്ഥശൂന്യങ്ങളാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് ചെയ്തത്. എന്താണല്ലോ ഈ സാമൂഹിക ജീവിതത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ചിട്ടവട്ടങ്ങൾ? എന്താണ്? നമ്മൾക്ക് കുടുംബം, നമുക്ക് ഒരു പാർപ്പിടം, വസ്ത്രം, നല്ല വസ്ത്രങ്ങൾ വേണം, നല്ല ആഹാരം വേണം കഴിക്കാൻ, അതെല്ലാം നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുവട്ടങ്ങളല്ലേ. അപ്പോൾ അതിനകത്തൊന്നും അദ്ദേഹത്തിന് ഒതുങ്ങി നിന്നിരുന്നില്ല. അപ്പം നോക്കിക്കുക, എന്താണ് നമ്മളുടെ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ജീവിതനിഷ്ഠ, ജീവിതചര്യ അദ്ദേഹത്തിൻ്റെ എങ്ങനെയായിരുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് അതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയണം. അടുത്ത നോക്കിക്കേ, അമ്മയുടെ മരണത്തോടെ അദ്ദേഹം വീടുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടു. അപ്പോൾ അമ്മയുടെ മരണത്തോടെ എന്താണ്? അദ്ദേഹം ആ വീടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിരുന്നു. അതോടെ അദ്ദേഹം പൂർണ്ണ പരിവ്രാജകനായി. പരിവ്രാജകൻ എന്ന് പറയുന്നത് സന്യാസിയാണ് കേട്ടോ. എന്താണ് വാക്കിൻ്റെ അർത്ഥം നോക്കിക്കേ? പരിവ്രാജകൻ. പരിവ്രാജകൻ എന്ന് പറയുന്നത് ആരാണ്? സന്യാസി. പരിവ്രാജകൻ എന്ന് പറയുന്നത് സന്യാസിയാണ്. അദ്ദേഹം എന്താണ്? പൂർണ്ണമായിട്ട് ഒരു പരിവ്രാജകനായി. ആളുകൾ ഒത്തുകൂടിയിരുന്നിടത്തേക്കൊന്നും ചട്ടമ്പിയെ ക്ഷണിച്ചിരുന്നില്ല. എന്താണ്? ആളുകൾ എന്താണ്? അദ്ദേഹം സന്യാസിയല്ലേ. അപ്പോഴെന്താണ്? ആളുകൾ ഒത്തുകൂടിയിരുന്നിടത്തേക്കൊന്നും ചട്ടമ്പിയെ ക്ഷണിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ അറിയാതെ ആളുകൾ എഴുന്നേറ്റു നിന്നു. പരിവ്രാജക ദീപ്തിയുടെ ഫലമായിരുന്നു അത്. എന്താണ്? അദ്ദേഹത്തെ പക്ഷെ ആളുകൾ കൂടിയിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല. പക്ഷെ എന്താണ്? എത്ര ആൾക്കൂട്ടമായിരുന്നെങ്കിലും ഇദ്ദേഹത്തെ കാണുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു? എഴുന്നേക്കുമായിരുന്നു. ഉണ്ടോ? അപ്പോൾ അത് നോക്കിയേ, അമ്മയുടെ മരണത്തോടെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ്? അദ്ദേഹം വീടുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരുന്നു. ആളുകൾ അദ്ദേഹം ഒരു പൂർണ്ണ പരിവ്രാജകനായി, സന്യാസിയായി തീർന്നു. ആളുകൾ ഒത്തുകൂടിയിരുന്നിടത്തേക്കൊന്നും ചട്ടമ്പിയെ ക്ഷണിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ അറിയാതെ തന്നെ ആളുകൾ എഴുന്നേറ്റു നിന്നു. പരിവ്രാജക ദീപ്തിയുടെ ഫലമായിരുന്നു അത്. ആഴത്തിലുള്ള ഗ്രന്ഥപാരായണവും തെളിഞ്ഞ ചിന്തയും ഉറച്ച ധാരണകളും അദ്ദേഹത്തെ പണ്ഡിത ലോകത്തിൻ്റെ ആരാധ്യാപുരുഷനാക്കി. പ്രകാശിതങ്ങളും അപ്രകാശിതങ്ങളുമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം വായിച്ചു. ആ വായന അദ്ദേഹത്തെ സഞ്ചരിക്കുന്ന വിജ്ഞാനകോശമാക്കി എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അപ്പോഴെന്താണ്? അദ്ദേഹത്തിന് ആ ഒരു സന്യാസിയുടെ ഒരു പദവി കിട്ടിക്കഴിഞ്ഞു. എന്താണ്? അതിൻ്റെ ഫലമായിട്ട് ആളുകൾ അദ്ദേഹത്തെ കാണുമ്പോൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിയേ, പിന്നെന്താണ്? ആഴത്തിലുള്ള ഗ്രന്ഥപാരായണവും, ആ പുസ്തകത്തിലുള്ള വായന, ആഴത്തിലുള്ള ഗ്രന്ഥപാരായണവും തെളിഞ്ഞ ചിന്തയും ഉറച്ച ധാരണകളും
അദ്ദേഹത്തെ പണ്ഡിത ലോകത്തിൻ്റെ ആരാധ്യ പുരുഷനാക്കി മാറ്റി. എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ആഴത്തിലുള്ള ആ ഒരു ഗ്രന്ഥപാരായണം, കുഞ്ഞുനാളി മുതലേ അദ്ദേഹത്തിനുള്ളൊരു കഴിവല്ലായിരുന്നു ആ ഗ്രന്ഥപാരായണവും പിന്നെന്താണ് തെളിഞ്ഞ ചിന്തയും ഉറച്ച ധാരണകളും അദ്ദേഹത്തെ പണ്ഡിത ലോകത്തിൻ്റെ ആരാധ്യ പുരുഷനാക്കി മാറ്റി. പ്രകാശിതങ്ങളും അപ്രകാശിതങ്ങളുമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം വായിച്ചു. എന്താണ്? പ്രകാശിതങ്ങളും അപ്രകാശിതങ്ങളുമായിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം വായിച്ചു. ആ വായന അദ്ദേഹത്തെ സഞ്ചരിക്കുന്ന വിജ്ഞാനകോശമാക്കിയെന്നും പറയുന്നതായി ഉചിതം. എന്താണ്? അദ്ദേഹത്തെ ഒരു സഞ്ചരിക്കുന്ന വിജ്ഞാനകോശം ആക്കി മാറ്റി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഒരു മൊബൈൽ എൻസൈക്ലോപീഡിയ ആക്കി അദ്ദേഹത്തെ. ഈ സന്ദർഭത്തിൽ കുഞ്ഞൻപിള്ളയ്ക്ക് തിരുവനന്തപുരത്ത് പുതിയൊരു താവളം ലഭിച്ചു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ്? കുഞ്ഞൻപിള്ളയ്ക്ക് തിരുവനന്തപുരത്ത് പുതിയൊരു താവളം ലഭിച്ചു. കുഞ്ഞൻ ചട്ടമ്പിയുടെ അകന്ന ബന്ധത്തിലുള്ള സഹോദരനായിരുന്നു ഓവർസിയർ കേശവൻ പിള്ള. എന്താണ്? ആ കുഞ്ഞൻ ചട്ടമ്പിയുടെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു സഹോദരനായിരുന്നു ഓവർസിയറായ ജോലിയുടെ പേരാണ് ഓവർസിയറായ കേശവപിള്ള. പൊതുമരാമത്ത് വകുപ്പിൽ ഓവർസിയറായിരുന്നു അദ്ദേഹം. അതാണ് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയുടെ പേരാണ് ആ ഒരു ഓവർസിയർ പദവി. എന്താണ്? പൊതുമരാമത്ത് വകുപ്പിൽ ഓവർസിയറായിരുന്നു അദ്ദേഹം. തമ്പാനൂർ കല്ലുവീട്ടിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് തമ്പാനൂർ കല്ലുവീട്ടിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത്. കുറച്ചു കാലമായി കേശവപിള്ളയുടെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടെ പനി ബാധിക്കുക പതിവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ആര്? നമ്മളുടെ കേശവപിള്ള. അപ്പോഴെന്താണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താണ്? പനി ബാധിക്കുന്ന ഒരു പതിവായിരുന്നു. പനി വരുന്നതോടെ ഉദരരോഗവും തലപോകും. ആ അമ്മയ്ക്ക് പനി വന്നു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ കൂടെ തന്നെ ഉദരരോഗം, വയറിനകത്ത് അസുഖവും തലപോകും. ചികിത്സാ മുറകൾ പലതും പരീക്ഷിച്ചു നോക്കിയെങ്കിലും അതുകൊണ്ടൊന്നും രോഗശമനം ഉണ്ടായില്ല. എന്താണ്? ചികിത്സാ മുറകൾ കൃത്യമായിട്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും എന്താണ്? പലതും പരീക്ഷിച്ചു നോക്കിയെങ്കിലും എന്താണ്? അതുകൊണ്ടൊന്നും ഒരു രോഗശമനവും ഉണ്ടായില്ല. അതുകൊണ്ട് ഒരു രോഗത്തിന് ഒരു ശമനവും ലഭിച്ചില്ല. അങ്ങനെ നിരാശനായിരുന്ന ഘട്ടത്തിലാണ് കുഞ്ഞൻപിള്ള വലിയ സിദ്ധികൾ ആർജിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയിരിക്കുന്ന വിവരം കേശവപിള്ള അറിയുന്നത്. അപ്പോഴെന്താണ്? ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് ചികിത്സ ചെയ്തിട്ടൊന്നും എന്താണ്? അതിനൊന്നും ഒരു ഫലവും കാണുന്നില്ല, ഒരു രോഗശമനവും ഉണ്ടായില്ല. അപ്പോഴെന്താണ്? അതും അങ്ങനെ നിരാശനായിരിക്കുന്ന ഘട്ടത്തിൽ എന്താണ്? കുഞ്ഞൻപിള്ള വലിയ സിദ്ധികൾ ആർജിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ വിവരം കേശവപിള്ള അറിയുന്നത്. അദ്ദേഹം വളരെ സിദ്ധനായിട്ട് തിരിച്ചെത്തിയ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനായിട്ടുള്ള കേശവപിള്ള അറിയുകയാണ്. എന്താണ് ബാക്കി നോക്കിയേ? കേശവപിള്ള ഉടൻ തന്നെ കുഞ്ഞൻ ചട്ടമ്പിയെ ചെന്ന് കണ്ട് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അതറിഞ്ഞ ഉടനെ എന്താണ്? കേശവപിള്ള കുഞ്ഞൻ ചട്ടമ്പിയെ ചെന്ന് കണ്ട് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. തൻ്റെ ഭാര്യയുടെ രോഗത്തിനുള്ള എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താൻ കഴിയുമോ എന്നായിരുന്നു കേശവപിള്ളയുടെ അന്വേഷണം. എന്താണ്? തൻ്റെ ഭാര്യയുടെ രോഗത്തിന് എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താൻ കഴിയുമോ എന്നതായിരുന്നു അദ്ദേഹം കുഞ്ഞൻപിള്ളയുടെ കൂടെ അന്വേഷിച്ചത്. കുഞ്ഞൻപിള്ള കേശവപിള്ളയുടെ വീട്ടിലെത്തി. മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു കുഞ്ഞൻപിള്ള. എന്താണ് മാന്ത്രിക കർമ്മങ്ങൾ? എന്താണ് നമ്മൾ പറയത്തില്ലേ, ബാധയൊക്കെ കൂടിയതാണെന്നുള്ള അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോഴെന്താണ്? ആ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു കുഞ്ഞൻപിള്ള. എന്നാൽ കേശവപിള്ളയുടെ ദയനീയ അവസ്ഥ കുഞ്ഞൻപിള്ളയെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. പക്ഷേ തൻ്റെ ആ ഒരു ബന്ധുവിൻ്റെ കേശവപിള്ളയുടെ ആ ഒരു ദയനീയ അവസ്ഥ കുഞ്ഞൻപിള്ളയെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. ഒരു ചെറിയ മന്ത്രവാദത്തിലൂടെ കുഞ്ഞൻപിള്ള ആ സ്ത്രീക്ക് ഉണ്ടായിരുന്ന രോഗപീഠയ്ക്ക് ശമനമുണ്ടാക്കി. എന്താണ്? ഒരു ചെറിയ മന്ത്രവാദത്തിലൂടെ കുഞ്ഞൻപിള്ള ആ സ്ത്രീക്ക് ഉണ്ടായിരുന്ന രോഗപീഠയ്ക്ക് ശമനമുണ്ടാക്കി. ആ സ്ത്രീക്ക് അത് പുനർജന്മം കിട്ടിയതുപോലെയായിരുന്നു. അപ്പോഴെന്താണ്? ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു പുനർജന്മം ലഭിച്ചതുപോലെ ആയിരുന്നു. കേശവപിള്ളയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞൻപിള്ള ദൈവതുല്യനായി. ഇപ്പോഴെന്താണ്? കേശവപിള്ളയ്ക്കും ഭാര്യയ്ക്കും എന്താണ്? കുഞ്ഞൻപിള്ള എന്തായി തീർന്നു? ദൈവതുല്യൻ ആയിത്തീർന്നു. താമസിയാതെ ആ വീട് കുഞ്ഞൻപിള്ളയുടെ കൂടെ വീടായി മാറി. തിരുവനന്തപുരത്തുള്ളപ്പോഴെല്ലാം അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചു. അപ്പോഴെന്താണ്? അങ്ങനെ ആ ഭാര്യയുടെ അസുഖം മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞു. അപ്പോഴെന്താണ്? കുഞ്ഞൻപിള്ള അവർക്ക് ദൈവതുല്യമായി. അപ്പോഴെന്താണ്? ആ കുഞ്ഞൻപിള്ളയുടെ വീട് കൂടിയായി മാറി ആ വീട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളപ്പോഴെല്ലാം അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചു.
അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ്? ഓവർസിയർ കേശവപിള്ളയുടെ വീട്ടിൽ താമസിക്കാനിടയായ സാഹചര്യം. കേട്ടോ. അപ്പോഴെന്താണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്ന അസുഖവും അത് നമ്മളുടെ കുഞ്ഞൻ ചട്ടമ്പി ചികിത്സിച്ച് ഭേദമാക്കിയ കാര്യമൊക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ബാക്കി നോക്കിയ മക്കളെ. അദ്ദേഹത്തെ തേടി നിരവധി ആരാധകർ ആ വീട്ടിലേക്ക് വരുമായിരുന്നു. ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ കുഞ്ഞൻപിള്ള ചട്ടമ്പി ചില ഹ്രസ്വദൂര യാത്രകൾ നടത്തുക പതിവായിരുന്നു. ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ എത്തുമായിരുന്നു. അവിടെ തന്നെ താമസിച്ചുകൊണ്ട് അദ്ദേഹം കുറച്ച് ദൂരം, ഹ്രസ്വം, ദീർഘമാണ് ദൂരമുള്ളത്, ഹ്രസ്വം എന്ന് വെച്ചാൽ ചുരുങ്ങിയത്, ആ ഹ്രസ്വദൂര യാത്രകൾ നടത്തുക പതിവായിരുന്നു. യാത്രകൾ ഭൂരിഭാഗവും രാത്രിയിലായിരുന്നു. അപ്പോഴെന്താണ്? കൂടുതൽ യാത്രകൾ എപ്പോഴായിരുന്നു? രാത്രി കാലഘട്ടത്തിൽ ആയിരുന്നു. ഉള്ളൂർ, നേമം, തിരുവല്ലം എന്നിങ്ങനെ ഒരു രാത്രി കൊണ്ട് പോയി മടങ്ങാവുന്ന സ്ഥലങ്ങളിലേക്കായിരുന്നു ആ യാത്ര. അപ്പോഴവിടെ നിന്ന് തമ്പാനൂരിൽ നിന്നും ഒരു രാത്രി കൊണ്ട് പോയി മടങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള യാത്രകളാണ് അദ്ദേഹം നടന്നിരുന്നത്. ഉള്ളൂർ, നേമം, തിരുവല്ലം എന്നിങ്ങനെ ഒരു രാത്രി കൊണ്ട് പോയി മടങ്ങി വരാവുന്ന സ്ഥലങ്ങളിലേക്കായിരുന്നു ആ യാത്രകൾ. സമ്പന്നവും ആഭിജാതവുമായ വീടുകളിൽ വല്ല അപൂർവ ഗ്രന്ഥങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാമെന്നുള്ള ലക്ഷ്യത്തോടെ കൂടിയായിരുന്നു ആ യാത്രകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? തൻ്റെ ആ സമ്പന്നവും ആഭിജാതവുമായ വീടുകൾ, വളരെ സമ്പന്നമായിട്ടുള്ള വീടുകളും അതുപോലെ തന്നെ ആഭിജാത്യമുള്ള വീടുകളിലും എല്ലാം എന്താണ്? വല്ല അപൂർവ ഗ്രന്ഥങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാമെന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ആ രാത്രി യാത്രകൾ. അപ്പോൾ ആ ഒരു പുസ്തകങ്ങളൊന്ന് വായിച്ചു നോക്കാം, ആ ഗ്രന്ഥങ്ങളൊന്ന് വായിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ യാത്രകൾ. എന്താണ്? ഹ്രസ്വദൂര യാത്രകളാണ്. കുറച്ച് ദൂരം മാത്രം യാത്ര ചെയ്ത ഒരു രാത്രി കൊണ്ട് പോയിട്ട് തിരികെ മടങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള യാത്രകളായിരുന്നു. വെയിലിനോട് ഒട്ടും മമത ഇല്ലാതിരുന്നതിനാൽ പകൽ യാത്ര കുറവായിരുന്നു. ഇപ്പോഴെന്താണ്? അദ്ദേഹത്തിന് വെയിലിനോട് ഒട്ടും ഒരു മമത, ഒരു സ്നേഹമില്ലാത്ത അവസ്ഥയായിരുന്നു. ആരോടാ? വെയിലിനോട് ഒട്ടും മമത ഇല്ലാത്തതിനാൽ പകൽ യാത്ര കുറവായിരുന്നു. സന്ധ്യ കഴിഞ്ഞ് തിരിച്ചാൽ പുലരുമ്പോഴേക്കും മടങ്ങി വരാവുന്ന വിധത്തിലുള്ള യാത്രകളായിരുന്നു. സന്ധ്യാസമയം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ നേരം പുലരുന്നതിന് മുമ്പ് മടങ്ങി വരാൻ പറ്റുന്ന വിധത്തിലുള്ള യാത്രകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ എപ്പോൾ വരുമെന്നോ പോകുമെന്നോ ആർക്കും കൃത്യമായി അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോഴെന്താണ്? എപ്പോഴാണ് പോകുന്നത്, അദ്ദേഹം എപ്പോഴാണ് മടങ്ങി വരുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി അതിനെപ്പറ്റിയൊന്നും പ്രവചിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. ഇഴജന്തുക്കളെയോ മറ്റ് ക്ഷുദ്രജീവികളെയോ ചട്ടമ്പി സ്വാമിക്ക് ഭയമില്ലായിരുന്നു. ഇപ്പോൾ ഈ രാത്രി യാത്ര നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനാണ്? ഇഴജന്തുക്കളെയാണ്. അതുപോലെ തന്നെ ക്ഷുദ്രജീവികളെയും ഭയക്കും നമ്മൾ. പക്ഷെ എന്താണ്? അദ്ദേഹത്തിന്, ചട്ടമ്പി സ്വാമിക്ക് അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ഭയമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒന്നിനോടും, ഒരു ജീവികളോടും ഒരു ഭയവും അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. ഒഴിയാബാധകൾ ഒഴിപ്പിച്ചും മാറാരോഗങ്ങൾക്ക് ശമനം വരുത്തിയും വൈദ്യനായും മാന്ത്രികനായും സിദ്ധനായും കുറച്ചുകാലം കൊണ്ട് ചട്ടമ്പി സ്വാമി പ്രസിദ്ധി നേടി. അദ്ദേഹം എന്തൊക്കെ ചെയ്തു? ആ ഒഴിയാബാധകൾ ഒഴിപ്പിച്ചും പിന്നെന്താണ്? മാറാരോഗങ്ങൾക്ക് ശമനം വരുത്തിയും വൈദ്യനായിട്ടും മാന്ത്രികനായും സിദ്ധനായും കുറച്ചുകാലം കൊണ്ട് ചട്ടമ്പി സ്വാമികൾ പ്രശസ്തി നേടി. അനുഭവജ്ഞനായ ആളുകൾ വർദ്ധിച്ചതോടെ അതിശയോക്തി കലർന്ന കഥകൾ നാടാകെ പ്രചരിച്ചു. എന്താണ്? അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ കൂടിയതോടെ, ആളുകൾ വർദ്ധിച്ചതോടെ അതിശയോക്തി കലർന്ന കഥകൾ നാടാകെ പ്രചരിച്ചു. സ്വാമികളെ ദംശിച്ച ഒരു സർപ്പം ചത്തുപോയ കഥയും ഇതിൽ ഉൾപ്പെടുന്നു. എന്താണ്? സ്വാമികളെ ദംശിക്കുക, കടിക്കുക, പാമ്പ് കടിക്കുന്നതിന് പാമ്പിൻ്റെ ദംശമേറ്റം നമ്മൾ പറയുന്നത്. അപ്പോഴെന്താണ്? സ്വാമികളെ ദംശിച്ച ഒരു സർപ്പം ചത്തുപോയെന്നുള്ള കഥയും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ആളുകൾക്ക് പറയാനുള്ള കഥകളുടെ കൂടെ എന്താണ്? ഈ ഒരു പാമ്പ്, അദ്ദേഹത്തെ കടിക്കാൻ വന്ന പാമ്പ് ചത്തുപോയി എന്നുള്ളത്, പാമ്പ് അദ്ദേഹത്തെ കടിച്ചു, പാമ്പ് ചത്തുപോയി എന്നുള്ളൊരു കഥയും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മൃഗങ്ങൾ സ്വാമികളെ അനുസരിക്കാറുണ്ടെന്നുള്ള കഥയും തിരുവനന്തപുരത്ത് പ്രചരിച്ചു. അപ്പോൾ എന്തൊക്കെ മൃഗങ്ങളാണെങ്കിൽ തന്നെ എന്താണ്? ആ മൃഗങ്ങളെല്ലാം ഈ സ്വാമികളെ അനുസരിക്കാറുണ്ട് എന്നുള്ള കഥയും എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് പ്രചരിച്ചു. എന്നാൽ അതൊന്നും പറഞ്ഞ് മേനി നടിച്ച് നടക്കുവാൻ ചട്ടമ്പി സ്വാമികൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് അതിലൊരു മേനി കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ചട്ടമ്പി സ്വാമികൾക്ക് ഒട്ടും
താല്പര്യം ഉണ്ടായിരുന്നില്ല. വിജ്ഞാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആലോചന. അപ്പോൾ വിജ്ഞാനം, അറിവ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആലോചന. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ഒരു അറിവ് എങ്ങനെ കൂട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ പ്രശസ്ത തന്ത്രിമാരായിരുന്നു പൂവക്കര പോറ്റിമാർ. എന്താണ് തെക്കൻ തിരുവിതാംകൂർ എന്നൊക്കെ നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂർ എന്ന് തരംതിരിച്ച് നമ്മുടെ കേരളത്തിൻ്റെ തെക്ക് വശത്തുള്ള ഭാഗത്തെയാണ് തിരുവിതാംകൂർ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോഴെന്താണ് അവിടെ പ്രശസ്തമായിട്ടുള്ള തന്ത്രിമാരായിരുന്നു ആര്? പൂവക്കര പോറ്റിമാരാണ്. തന്ത്രിമാരാണ്, തന്ത്രങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. മാന്ത്രികമൊക്കെ അറിയാവുന്ന ആൾക്കാരെയാണ് നമ്മൾ പൊതുവെ തന്ത്രിമാരെന്ന് പറയുന്നത്. പൂവക്കര മഠത്തിൽ നിരവധി താന്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന വിവരം ചട്ടമ്പിസ്വാമിക്ക് ലഭിച്ചു. അപ്പോൾ ആ പൂവക്കര മഠത്തിൽ എന്താണ്? മഠം എന്ന് വെച്ചാൽ എന്താണ്? ബ്രാഹ്മണരുടെ വീട്ടിൽ നമ്മൾ പൊതുവെ മഠങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോഴവിടെ എന്താണ്? കൂടുതലായിട്ട് തന്ത്രഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന വിവരം ചട്ടമ്പിസ്വാമിക്ക് ലഭിച്ചു. അപ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് തന്ത്രങ്ങളുള്ള ഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്നുള്ള വിവരം ചട്ടമ്പിസ്വാമിക്ക് ലഭിച്ചു. മഠത്തിലെ ഗ്രന്ഥശാലയിൽ കാര്യസ്ഥനോട് തന്നെ സഹായിക്കണമെന്ന് സ്വാമി അഭ്യർത്ഥിച്ചു. അപ്പോഴാ മഠത്തിലെ ഗ്രന്ഥശാലയിലെ ഗ്രന്ഥശാലയിൽ കാര്യസ്ഥന്മാരുണ്ട്. അപ്പോഴവരോട് എന്താണ്? തന്നെ സഹായിക്കണമെന്ന് സ്വാമി അഭ്യർത്ഥിച്ചു. തന്നെ സഹായിക്കണമെന്ന് ആ കാര്യസ്ഥനോട് പറയുകയാണ്. അയാളുടെ സഹായത്തോടെ സ്വാമികൾ അവയെല്ലാം പരിശോധിക്കുകയും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം കുറിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ കാര്യസ്ഥൻ്റെ സഹായത്തോടു കൂടി സ്വാമി ആ ഗ്രന്ഥശാലയിൽ കടക്കുകയും അവിടെയുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം എടുത്ത് അതിനകത്തുനിന്നുള്ള പ്രധാന വിവരങ്ങളെല്ലാം കുറിച്ചെടുക്കുകയും ചെയ്തു. തന്ത്രിമാർ രഹസ്യമാക്കി വെച്ചിരുന്ന ക്ഷേത്രാനുഷ്ഠാന വിധിയും പൂജാവിധിയും പ്രതിഷ്ഠാവിധികളും ശ്രീഭൂതബലി, ഉത്സവബലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രവിജ്ഞാനവും സ്വാമികൾ മനസ്സിലാക്കിയത് ആ ഗ്രന്ഥ പരിശോധനയിലൂടെയാണ്. അപ്പോഴെന്തൊക്കെ അദ്ദേഹം അവിടെ കയറി കണ്ടെത്തി കഴിഞ്ഞു? ആ തന്ത്രിമാരെന്താണ് രഹസ്യമാക്കി വെച്ചിരുന്ന ക്ഷേത്രാനുഷ്ഠാന വിധികളും, ആ ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാന വിധികളും പൂജാവിധികളും പ്രതിഷ്ഠാ വിധികളും ശ്രീഭൂതബലി, ഉത്സവബലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രവിജ്ഞാനവും സ്വാമികൾ മനസ്സിലാക്കിയത് ആ പരിശോധനയിലൂടെയാണ്. പിൽക്കാലത്ത് അവ സ്വാമികൾക്ക് മാത്രമല്ല കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് തന്നെ പ്രയോജനകരമായി തീർന്നു. പിൽക്കാലത്ത്, പിന്നീടുള്ള കാലത്ത് എന്താണ്? അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രമല്ല, അതെന്താണ്? കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് മൊത്തത്തിലത് പ്രയോജനകരമായിരുന്നു. മറ്റേതെന്താണ്? തന്ത്രികൾക്ക് മാത്രമുള്ളത്. തന്ത്രികൾ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ അവർക്ക് മാത്രമായിട്ട് ഒതുങ്ങിയിരുന്ന കാര്യങ്ങളായിരുന്നു പൂജാവിധികളെല്ലാം. നമ്മുടെ ചട്ടമ്പിസ്വാമി വിചാരിച്ചതുകൊണ്ട് എന്താണ്? അത് എല്ലാ ഹൈന്ദവർക്കും പകർന്ന് കിട്ടിക്കഴിഞ്ഞു. അത് നോക്കിയേ, ബാക്കി നോക്കിയേ. കുഞ്ഞൻപിള്ള തങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു ഹൃദയസ്ഥമാക്കിയെന്ന് കണ്ട പൂവക്കര പോറ്റിയിലത്തെ മുതിർന്ന തന്ത്രി കുഞ്ഞൻപിള്ളയെ പരീക്ഷിക്കുവാനായി തന്ത്രസമുച്ചയത്തിലെ ചില സങ്കീർണമായ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴെന്താണ്? ഇദ്ദേഹത്തെ ഈ കുഞ്ഞൻപിള്ള അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയെന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? ആ പൂവക്കര പോറ്റിയില്ലത്തെ മുതിർന്ന തന്ത്രി എന്താണ്? കുഞ്ഞൻപിള്ളയെ പരീക്ഷിക്കാനായി തന്ത്രസമുച്ചയത്തിലെ ചില സങ്കീർണമായ ചോദ്യങ്ങൾ ചോദിച്ചു. കുഞ്ഞൻപിള്ള അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞപ്പോൾ പോറ്റി അതിശയിച്ചു പോയി. അപ്പോൾ ആ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ പോറ്റി അതിശയിച്ചു പോയി. ചട്ടമ്പിയല്ല, ഒരു വിദ്യാധിരാജൻ തന്നെയാണ് എന്നാണ് പോറ്റി അതിനോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളെല്ലാം ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്? ആ ചട്ടമ്പിയല്ല, എന്താണ്? ഒരു വിദ്യാധിരാജൻ തന്നെയാണ് എന്നാണ് പോറ്റി അതിനോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് ചട്ടമ്പിക്ക് വിദ്യാധിരാജൻ എന്ന വിശേഷണം ലഭിച്ചത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് വേറൊരു ചോദ്യം കൂടി പ്രതീക്ഷിക്കാം. എന്താണ്? എങ്ങനെയാണ് നമ്മുടെ ചട്ടമ്പിക്ക് വിദ്യാധിരാജൻ എന്ന ബഹുമതിയിൽ വിശേഷണം ലഭിച്ചത്? അല്ലെങ്കിൽ ആരാണ് ചട്ടമ്പിക്ക് വിദ്യാധിരാജൻ എന്നുള്ള ബഹുമതി നൽകിയത്? അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത് നോക്കിയ മക്കളെ, ഓവർസിയർ കേശവപിള്ളയ്ക്ക് വാമനപുരത്തേക്ക് താമസം മാറേണ്ടതായി വന്നു. അപ്പോഴെന്താണ്? അദ്ദേഹം ഇവിടെ തമ്പാനൂരായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് എന്താണ്? എവിടേക്ക്? വാമനപുരത്തേക്ക് താമസം മാറേണ്ടതായി വന്നു. സ്വാമിയുടെ പ്രവർത്തന രംഗവും അവിടേക്ക് മാറി. അതുകൊണ്ട് എന്താണ്? അവർ വാമനപുരത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ സ്വാമിയുടെ പ്രവർത്തന രംഗങ്ങൾ ഇങ്ങോട്ട് മാറി, വാമനപുരത്തേക്ക് മാറി.
ചട്ടമ്പി സ്വാമികൾക്ക് ആവശ്യമുള്ളതെല്ലാം കേശവപിള്ള വാങ്ങിച്ചു കൊടുത്തു. ചട്ടമ്പി സ്വാമിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കേശവപിള്ള വാങ്ങിച്ചു കൊടുത്തു. കൽക്കട്ടയിൽ നിന്നും ബനാറസിൽ നിന്നും വിലപ്പെട്ട പല പുസ്തകങ്ങളും കേശവപിള്ള സ്വാമികൾക്ക് വരുത്തി കൊടുത്തിരുന്നു. അപ്പോഴെന്താണ് കൽക്കട്ടയിൽ നിന്നും ബനാറസിൽ നിന്നും വിലപ്പെട്ട പല പുസ്തകങ്ങളും കേശവപിള്ള സ്വാമിക്ക് വരുത്തി കൊടുത്തിരുന്നു. അപ്പോൾ കേശവപിള്ളയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ? വിജ്ഞാനം പകർന്നു കിട്ടാൻ ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ നമ്മളാണെങ്കിൽ എന്താ പറയും, 2 സാരി പറയണേ, എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും, പിന്നെ കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ്, നമ്മളങ്ങനെയുള്ള കാര്യങ്ങളെ പറയുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് എന്താണ്, അറിവ് ലഭിക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നിനും ഒരു പ്രസക്തിയും ഇല്ലല്ലോ, ഇല്ലേ? ഒന്നിനും ഒരു പ്രസക്തിയുമില്ല. അദ്ദേഹത്തിന് അറിവ് ലഭിക്കുന്ന പുസ്തകങ്ങൾ മാത്രം മതിയായിരുന്നു എപ്പോഴും. വാമനപുരത്ത് താമസമാക്കിയതിനു ശേഷം സ്വാമി പല ദിക്കുകളിലേക്കും ഹ്രസ്വയാത്ര നടത്തി. അപ്പോൾ എന്താണ്, വാമനപുരത്ത് താമസമാക്കിയതിനു ശേഷവും എന്താണ്, സ്വാമി പല ദിക്കുകളിലേക്കും ഹ്രസ്വയാത്ര നടത്തി. പണ്ഡിതന്മാരുടെ വീടുകളിലെ അപൂർവ ഗ്രന്ഥങ്ങൾ തേടിയായിരുന്നു ആ യാത്രകൾ. വീണ്ടും പണ്ഡിതന്മാരുടെ വീടുകളിലേക്കുള്ള അപൂർവ ഗ്രന്ഥങ്ങൾ തേടിയായിരുന്നു ആ യാത്രകൾ. നാടോടിപ്പാട്ടുകൾ, ഐതിഹ്യങ്ങൾ, ഭൂമിശാസ്ത്ര വിഷയങ്ങൾ എന്നിവ സ്വാമിയുടെ ഇഷ്ട ഗവേഷണ വിഷയങ്ങളായിരുന്നു. എന്തൊക്കെയായിരുന്നു സ്വാമിയുടെ ഇഷ്ട ഗവേഷണ വിഷയങ്ങൾ? നാടോടിപ്പാട്ടുകൾ, ഐതിഹ്യങ്ങൾ അറിയാമോ? എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയുള്ള പണ്ട് തൊട്ടേ പറഞ്ഞ് വിശ്വസിച്ച് വരുന്ന കാര്യങ്ങളാണ് ഐതിഹ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഭൂമിശാസ്ത്ര വിഷയങ്ങൾ എന്നിവ സ്വാമിയുടെ ഇഷ്ട ഗവേഷണ വിഷയങ്ങളായിരുന്നു. ഈ യാത്രകളിൽ കഥകളിയിൽ ദമയന്തി വേഷം കെട്ടി പ്രശസ്തനായി തീർന്ന ദമയന്തി നാരായണപിള്ള സ്വാമിയുടെ അനുയായിയായി. എന്താണ് ആ യാത്രകൾ? അദ്ദേഹത്തിൻ്റെ ആ വാമനപുരത്ത് വന്നതിന് ശേഷമുള്ള ഹ്രസ്വ യാത്രകളിൽ എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിൽ എന്തായിരുന്നു, ആ കഥകളിയിലെ ദമയന്തി വേഷം കെട്ടിയായിരുന്ന പ്രശസ്തനായിട്ടുള്ള ദമയന്തി നാരായണപിള്ള. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ദമയന്തി നാരായണപിള്ള. ആ പേര് വരാൻ കാരണം എന്താണ്? നളദമയന്തിമാർ കഥകളിയിൽ ദമയന്തിയുടെ വേഷം കെട്ടിയിരുന്ന ആളാണ്. ആ ദമയന്തി നാരായണപിള്ള സ്വാമിയുടെ അനുഗാമിയായി. അദ്ദേഹത്തിൻ്റെ യാത്രയോടൊപ്പം കൂടാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടിയായി. ആരാണ്? നമ്മുടെ ദമയന്തി നാരായണപിള്ള. നോക്കിയേ, കിളിമാനൂരിൽ വെച്ചാണ് സ്വാമികൾ മന്ത്രവാദത്തിലും ജ്യോതിഷത്തിലും ഉപരിപഠനം നടത്തിയത്. അപ്പോഴെന്താണ്, കിളിമാനൂരിൽ വെച്ചാണ് എന്ത് ചെയ്തത്? സ്വാമികൾ മന്ത്രവാദത്തിലും ജ്യോതിഷത്തിലും ഉപരിപഠനം നടത്തിയത്. ആമുങ്കൽ കേശവനാശാൻ എന്ന പ്രഗത്ഭ പണ്ഡിതന്റെ അടുത്താണ് സ്വാമി അത്തരം കാര്യങ്ങളിൽ സംശയ നിവൃത്തി വരുത്തിയത്. എന്താണ് ചെയ്തത്? ആ കിളിമാനൂരിൽ വെച്ചെന്താണ് സ്വാമികൾക്ക് മന്ത്രവാദത്തിലും ജ്യോതിഷത്തിലും ഉപരിപഠനം നടത്തിയത്. അതുമാത്രമല്ല, ആമുങ്കൽ കേശവനാശാൻ എന്ന പ്രഗത്ഭ പണ്ഡിതന്റെ അടുത്താണ് സ്വാമി അത്തരം കാര്യങ്ങളിൽ സംശയ നിവൃത്തി വരുത്തിയത്. ചിറയൻകീഴ് ഗോവിന്ദപിള്ള ചട്ടമ്പി, കാവുങ്കൽ കൊച്ചുരാമൻ വൈദ്യർ എന്നിവരും അപ്പോൾ കേശവനാശാന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുമായും സ്വാമി ആശയവിനിമയം നടത്തിയിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ആ ചിറയൻകീഴ് ഗോവിന്ദപിള്ള ചട്ടമ്പി, കാവുങ്കൽ കൊച്ചുരാമൻ വൈദ്യർ എന്നിവരും അപ്പോൾ കേശവനാശാന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുമായും സ്വാമി ആശയവിനിമയം നടത്തിയിരുന്നു. മരുത്വ മലയിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികൾക്ക് കായകൽപ്പ സേവ ആരംഭിച്ചത്. എവിടെ വെച്ചാണ്? മരുത്വ മലയിലാണ്. എന്നാൽ അദ്ദേഹം അത് പൂർത്തിയാക്കിയത് വാമനപുരത്ത് വെച്ചായിരുന്നു. എന്താണ് ആ ഒരു കായകൽപ്പ സേവ അദ്ദേഹം പൂർത്തിയാക്കിയത് എവിടെ വെച്ചായിരുന്നു? വാമനപുരത്ത് വെച്ചായിരുന്നു. ആ പ്രദേശത്തുള്ള അപൂർവം സസ്യങ്ങൾ കണ്ടാൽ അതിൽ നിന്നും ഇലകൾ പറിച്ച് ചവച്ച് രുചിച്ചു നോക്കുക അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. അപ്പോഴെന്താണ് ആ ഒരു പ്രദേശത്ത് നിന്ന് മരുത്വമലയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? അപൂർവ സസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും ഇലകൾ പറിച്ച് ചവച്ച് രുചി നോക്കുക അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. ഇത് കണ്ട് ഗ്രാമീണ സ്ത്രീകൾ ഇദ്ദേഹത്തിന് ആട് കുഞ്ഞൻപിള്ള എന്ന കളിപ്പേര് നൽകിയിരുന്നു. അപ്പോഴെന്താണ് അദ്ദേഹം ഏതൊരു പുതിയ മരങ്ങൾ കണ്ടു കഴിഞ്ഞാലും അപൂർവ സസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു? അതിൽ നിന്നും ഇലകൾ പറിച്ച് ചവച്ച് രുചി നോക്കുമായിരുന്നു. ആ അപൂർവ സസ്യങ്ങളുടെ ഇലകൾ പറിച്ച് അദ്ദേഹം ചവച്ചരച്ച് നോക്കുമായിരുന്നു. അപ്പോഴെന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഈ രുചി നോക്കുന്ന അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ചില ഗ്രാമീണരായിട്ടുള്ള സ്ത്രീകൾ എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹത്തിന് എന്ത് പേരിലാണ് വിളിച്ചിരുന്നത്? ആട് കുഞ്ഞൻപിള്ള എന്ന കളിപ്പേര് നൽകിയിരുന്നു. വാമനപുരത്തെ ചട്ടമ്പി സ്വാമികളുടെ താമസത്തിന് കേരള ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് ഹേതുവാകാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ശ്രീനാരായണ ഗുരുവുമായി
ചട്ടമ്പിസ്വാമികൾ സന്ധിക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോഴെന്താണ് അദ്ദേഹത്തിന് വാമനപുരത്തെ ഒരു താമസം എന്താണ്? ആ വാമനപുരത്തെ താമസത്തിന് നമ്മളുടെ കേരളത്തിലെ കേരള ചരിത്രവുമായിട്ട് പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് കാരണമാകാൻ വേണ്ടി കഴിഞ്ഞു. എന്താണ്? കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവുമായി ചട്ടമ്പിസ്വാമികൾ സന്ധിക്കുന്നത് ഇവിടെ വെച്ചാണ്. എന്താണ്? ആ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീനാരായണ ഗുരുവുമായിട്ട് ചട്ടമ്പിസ്വാമികൾ സംഗമിക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഭാഗത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കിയേ? ചട്ടമ്പി ആട് കുഞ്ഞൻ പിള്ള എന്ന കളിപ്പേര് ലഭിച്ചത് എങ്ങനെ? അദ്ദേഹത്തിന് ആട് കുഞ്ഞൻ പിള്ള എന്നുള്ള കളിപ്പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് നോക്കുന്നു. പിന്നെ എന്താണ്? വിദ്യാധിരാജൻ എന്ന വിശേഷണം നൽകിയതാര്? അതിലുണ്ടായ സാഹചര്യം എന്ത്? വീണ്ടും നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പറയാമല്ലോ. ഓവർസിയർ കേശവപിള്ളയുടെ വീട്ടിൽ താമസിക്കാനിടയായിട്ടുള്ള സാഹചര്യം എന്ത്? പിന്നീട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയെത്തിയ ചട്ടമ്പിസ്വാമികളുടെ ജീവിതചര്യ എങ്ങനെയായിരുന്നു? പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാമല്ലോ. തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ സ്വാമികളിൽ കണ്ട പ്രത്യേകതകൾ എന്തെല്ലാം? അങ്ങനെ നമുക്ക് ഒരു 4-5 ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് ഈ ഒരു അധ്യായത്തിൽ നിന്ന് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളതാണ്. ഒരു പക്ഷേ ഞാൻ നോട്ടിനകത്ത് അത്രയും വിശാലമായിട്ട് തന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കിതെല്ലാം എഴുതാൻ കഴിയണം കേട്ടോ. പുസ്തകം 2-3 പ്രാവശ്യം വായിച്ച് നോക്കുക, ഓരോ അധ്യായം വീതം. അപ്പോൾ നന്നായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയും. ഓക്കെ മക്കളെ, എന്ത് സംശയമുണ്ടെങ്കിലും വിളിക്കണം. നോട്ട്സ് എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അതുവരെയും ബൈ ബൈ.